ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1861. ഇന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി. ഈ ആണ്ടിലെ 34-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് എന്നെക്കുറിച്ചും ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധകമാകുന്ന ഒരു കാര്യം യോഹന്നാൻ ശ്ലീഹ എടുത്തെഴുതുന്നുണ്ട്. മനുഷ്യനിലുള്ളത് എന്താണെന്ന് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു എന്നാണ് ആ തിരുവചനം. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്റെ ഹൃദയത്തെ അറിയുന്ന, എന്റെ ഹൃദയത്തെ തിരിച്ചറിയുന്ന ഒരു യേശുവിന്റെ ചിത്രമാണ് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ നമുക്ക് മുമ്പേ വരച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ അധരം സംസാരിക്കുന്നതും ഹൃദയം സംസാരിക്കുന്നതും തമ്മിൽ നല്ല അർത്ഥവ്യത്യാസമുണ്ടെന്ന്, ആത്മാർത്ഥതയിലും വ്യത്യാസമുണ്ടെന്ന് തമ്പുരാൻ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അതെന്റെ പ്രാർത്ഥനയുടെ വാക്കുകളിലായാലും എന്റെ ജീവിതത്തിലെ വർത്തമാനങ്ങളിലായാലും നമ്മുടെ അധരം സംസാരിക്കുന്നതും ഹൃദയം സംസാരിക്കുന്നതും തമ്മിൽ അർത്ഥത്തിലും ആത്മാർത്ഥതയിലും നല്ല വ്യത്യാസമുണ്ട്. ഭാഷാശുദ്ധിയും വാക്യഭംഗിയും ശബ്ദ സൗകുമാര്യവുമുള്ള ജപങ്ങൾക്ക് തീർച്ചയായിട്ടും ആകർഷണീയതയുണ്ടാവും, ആലങ്കാരികതയുണ്ടാവും. പക്ഷെ അതിന് തീഷ്ണതയോ ഉദ്ദേശശുദ്ധിയോ ഉണ്ടാവണമെന്നില്ല. ഏത് കാര്യത്തിലും ഹൃദയപൂർവ്വം ഇടപെടുന്നവരെയും വെറുതെ ഇങ്ങനെ വർത്തമാന വ്യായാമം നടത്തുന്നവരെയും ദൈവം തിരിച്ചറിയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ മറ്റെല്ലാം മാറ്റിവെച്ച് കൂടെ നിൽക്കും. അവർ മുന്നിട്ടിറങ്ങി നേതൃത്വം ഏറ്റെടുക്കും. മധുരമില്ലെങ്കിലും മാറ്റുണ്ടാവും ഓരോ ചലനത്തിലും. ശ്രവണസുഖമുള്ള വാക്കുകളാണ് ശരിക്കും കാര്യലാഭം ലക്ഷ്യമിടുന്നവരുടെ ആദ്യത്തെ അടയാളം. അവതരണ ഭംഗിയിൽ മയങ്ങി വീഴുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഇടപെടലുകളും അവതരണ ഭംഗിയിൽ കുറെ കൂടി മികച്ചതാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഹൃദയം എവിടെയാണ്? മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു യേശുവുണ്ട്. അവനെക്കുറിച്ച് സുവിശേഷം യോഹന്നാൻ ശ്ലീഹായിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. തിരിച്ചറിയാനായിട്ട് നമ്മളിനി വൈകരുത്. ആമേൻ.